എപ്പിസോഡ് തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ദീപാവലി ആശംസകൾ. ഇന്ന് ദീപാവലിയാണ്. ലോകമെമ്പാടുമുള്ള നമ്മുടെ എല്ലാ പ്രേക്ഷകരും ദീപാവലി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം. നമ്മുടെ ടോപ്പ് സിംഗറും അതിൻ്റെ കൂടെ കൂടുകയാണ്. നമ്മൾ ഒന്നിച്ച് ഇന്നത്തെ ദീപാവലി ദിവസം ഐശ്വര്യമായിട്ട് ടോപ്പ് സിംഗറിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ലൈറ്റ്സിൻ്റെ ഉത്സവമാണ്, ദീപങ്ങളുടെ ഉത്സവമാണ്. അപ്പോൾ ഒരുപാട് സന്തോഷത്തോടു കൂടി നമ്മുടെ ടോപ്പ് സിംഗറിലെ ലൈറ്റ്സ് ആയിട്ടുള്ള ഒരുപാട് നല്ല നല്ല കുട്ടി പാട്ടുകാരുടെ പാട്ടുകൾ നമ്മളിന്ന് കേൾക്കാൻ പോകുന്നു. നല്ല നല്ല വിശേഷങ്ങളൊക്കെ അറിയാൻ പോകുന്നു. അതിനു മുന്നേ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ജഡ്ജസിനെ വെൽക്കം ചെയ്യാം. സോ ലെറ്റ്സ് വെൽക്കം ജഡ്ജസ്. അപ്പൊ ടോപ്പ് സിംഗറിൽ ഇങ്ങനെ ഒരു ദീപാവലി ദിവസം വന്നിട്ട് നല്ലൊരു പാട്ട് കേൾക്കാണ്ട് നമ്മൾ എങ്ങനെ സെലിബ്രേഷൻ തുടങ്ങും അല്ലേ? അപ്പോൾ ഞാൻ നമ്മുടെ പാട്ടുകാരുടെ കൂട്ടുകാരുടെ പാനലിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ സുന്ദരനായിട്ട് ദീപാവലിക്ക് പാട്ട് പാടാൻ പറ്റിയതുപോലെ ഒരാൾ ഇരിപ്പുണ്ട്. ആരാണത്? നമ്മുടെ മധു അങ്കിളാണ്. അപ്പോൾ മധു അങ്കിളുടെ ഒരു പാട്ട് കേട്ട് നമുക്ക് ഐശ്വര്യമായിട്ട് തുടങ്ങാം. സോ ലെറ്റ്സ് വെൽക്കം മധു അങ്കിൾ ഓൺ സ്റ്റേജ്. ദീപം 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 ദീപം. ദീപം കയ്യിൽ സന്ധ്യാദീപം, ദീപം കണ്ണിൽ താരാദീപം, ആകാശപ്പൂമുഖത്താരു കൊളുത്തിയൊരായിരം കണ്ണുള്ള ദീപം. ദീപം ദീപം കയ്യിൽ സന്ധ്യാദീപം, ദീപം കണ്ണിൽ താരാദീപം, ആകാശപ്പൂമുഖത്താരു കൊളുത്തിയൊരായിരം കണ്ണുള്ള ദീപം. ദീപം പുഷ്പരഥമേറി വന്ന മുഗ്ധനായികേ, പുഷ്യരാഗ കൽപ്പടവിൽ രാഗിണിയായി നീ വരില്ലേ? പുഷ്പരഥമേറി വന്ന മുഗ്ധനായികേ, പുഷ്യരാഗ കൽപ്പടവിൽ രാഗിണിയായി നീ വരില്ലേ? മിഴികളിലൊരു കനവിൻ്റെ ലഹരിയുമായി, ചൊടികളിലൊരു ചിരിയൂറും സ്മരണയുമായി, പൂത്തുലഞ്ഞു കാറ്റിലാടും കണിക്കൊന്ന പോലെ നിന്നു ദീപം കയ്യിൽ സന്ധ്യാദീപം, ദീപം കണ്ണിൽ താരാദീപം, ആകാശപ്പൂമുഖത്താരു കൊളുത്തിയൊരായിരം കണ്ണുള്ള ദീപം. ദീപം അന്തിവയിൽ പൊന്നണിഞ്ഞ ശില്പകന്യകേ, അഞ്ജനക്കൽ മണ്ഡപത്തിൽ രഞ്ജിനിയായി നീ വരില്ലേ? അന്തിവയിൽ പൊന്നണിഞ്ഞ ശില്പകന്യകേ, അഞ്ജനക്കൽ മണ്ഡപത്തിൽ രഞ്ജിനിയായി
പദശിഞ്ചിതമോടെ ചന്ദനവന വീഥികളിൽ ചന്ദ്രിക പോലെ എന്റെ ഗാനവീഥികളിൽ ഇന്ദ്രലോക നർത്തകി പോൽ ദീപം കയ്യിൽ സന്ധ്യാദീപം ദീപം കണ്ണിൽ താരാദീപം ആകാശപ്പൂമുഖത്താരു കൊളുത്തിയൊരായിരം കണ്ണുള്ള ദീപം ദീപം. ദേവരാജൻ മാസ്റ്റർ ഹിറ്റ്സ് റൗണ്ടിൽ ഒരു സൂപ്പർ സോങ്ങുമായിട്ട് ദുർഗക്കുട്ടി എത്തുന്നു. ലെറ്റ്സ് വെൽക്കം ദുർഗ ഓൺ സ്റ്റേജ്. ദുർഗക്കുട്ടി നടന്നു വരുമ്പോ ഒരു കിലുക്കം കേൾക്കുന്നു. കിലുക്കം അതെവിടുന്ന് ഒരു കിലുക്കം പാദസരം ഇട്ടിട്ടുണ്ടോ? അതാ. ഹായ് 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 ഹായ്. നാട്ടിൽ പോയിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ വീട്ടിൽ ചെന്ന ദിവസമില്ലേ, ഞങ്ങളുടെ വീട്ടില് കുറെ തൊഴിലുറപ്പ് ആന്റിമാരുണ്ടായിരുന്നു. ഓക്കെ. അപ്പം അവരെല്ലാരും ടോപ്പ് സിംഗറിന്റെ വലിയ ആരാധകരാ. എല്ലാരും പറഞ്ഞു ഞങ്ങൾക്കൊരു ഹായ് പറയണേന്ന് പറഞ്ഞു. സ്ഥലം എവിടെ? വാത്തിക്കുളം. വാത്തികുളം. വാത്തികുളത്തിലെ തൊഴിലുറപ്പ് ചേച്ചിമാർക്കെല്ലാം ഞങ്ങളുടെ ഹായ്. ഹായ് ചേച്ചിമാരെ. അതെ, ചേച്ചിമാരെ ഹാപ്പി ആയി കാണും അല്ലേ? അതെ. പിന്നെന്താ വിശേഷം? പിന്നെ ഞാൻ ഈ ഇടയ്ക്ക് ലഹരിക്കെതിരെ ഒരു പാട്ട് ചെയ്തായിരുന്നു. പാട്ടോ? പാടി. ഓ പാടി. ഓക്കെ. അപ്പം ആ പാട്ട് 24-ലെ ജ്യോതിർഗമയില് ഒരാഴ്ചയായി കാണും. അത് വന്നു. അത് വന്നു. ആരാണ് സംഗീതം, ലിറിക്സ് ഒക്കെ? ലിറിക്സ് സജീവ് എന്ന് പറഞ്ഞ ഒരു അങ്കിളാ. ആ. മ്യൂസിക് ബിജു അനന്തകൃഷ്ണൻ സാർ. അരുതരുതു മർത്യരെ ലഹരിക്കടിമയായി അമ്മയെ കുരുതി കൊടുക്കരുതേ, ആറ്റുനോറ്റമ്മ തഴുകി തലോടിയ കൈകളിൽ രക്തം പുരളരുതേ, ആറ്റുനോറ്റമ്മ തഴുകി തലോടിയ കൈകളിൽ രക്തം പുരളരുതേ. വെരി ഗുഡ്. സൂപ്പറാണ്. അതുപോലെ സൂപ്പറാണ് ഈ പാവാടയും ബ്ലൗസും. താങ്ക് യു സാർ. പിന്നെ ഫ്ലക്സ് ഒക്കെ എത്ര വെച്ചു? ഫ്ലെക്സ് നാട്ടില് എന്റെ വീടിന്റെ അവിടെയും സ്കൂളിന്റെ അവിടെയും കൊറേ ഫ്ലെക്സ് ഒക്കെ വെച്ചു. എനിക്ക് ഭയങ്കര പിന്നെ അനുമോദനങ്ങൾ, സമ്മാനങ്ങൾ? എന്റെ വീടിന്റെ അടുത്തുള്ള YCC എന്ന് പറഞ്ഞൊരു ക്ലബിൽ നിന്ന് അനുമോദനം ഒക്കെ കിട്ടി. ആണല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോവാം. പാട്ട് പാടാം. ഏത് പാട്ടാന്നാ പറഞ്ഞ? സീതാദേവി സ്വയംവരം ചെയ്തൊരു. ബാക്കി കാര്യങ്ങൾ അതിന്റെ? ലിറിക്സ് വയലാർ രാമവർമ്മ സാർ, മ്യൂസിക് G ദേവരാജൻ മാസ്റ്റർ, പാടിയത് P സുശീലാമയും P ജയചന്ദ്രൻ സാറും. മൂവി വാഴ്വേമായം, ഇയർ 1970. വെരി ഗുഡ്. അടിപൊളി. താങ്ക് യു സാർ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അതുകൊണ്ട് എനിക്ക് പേടിയാവുന്നു. എന്തിന്? ഏതോ ശില്പി ഒരിക്കൽ നിർമ്മിച്ചോരി ചേതോഹരാങ്കിതൻ രൂപം നിന്നകം കൊണ്ടപ്പോൾ ഉയരിട്ടുവോ വന്ന് നിന്നിലെ മോഹങ്ങൾ കതിരിട്ടുവോ. ഏതോ ശില്പി ഒരിക്കൽ നിർമ്മിച്ചോരി ചേതോഹരാങ്കിതൻ രൂപം നിന്നകം കൊണ്ടപ്പോൾ ഉയരിട്ടുവോ വന്ന് നിന്നിലെ മോഹങ്ങൾ കതിരിട്ടുവോ. ഈ പ്രതിമ നീയാണ്, ശില്പി ഞാനും. നോക്കൂ, കല്ലിൽ കൊത്തിവച്ച കവിതേ നിന്റെ കനക ചിലങ്ക കിലുങ്ങിയതെങ്ങിനെ. കല്ലിൽ
വെരി ഗുഡ് മോളെ. താങ്ക് യു. അതോങ്കൾ ഇന്ന് ദീപാവലി ദിവസമായിട്ട് നമ്മള് രാമന്റെയും സീതയുടെയും ഒക്കെ കഥ കേട്ട് അങ്ങനെ ഒരു ഫീൽ ഉണ്ടായില്ലേ? അതെ 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 അപ്പൊ സ്പെഷ്യൽ ആയിരുന്നു നമുക്ക് ഈ Special ആണ്. ദീപാവലി ഈ ദിവസം പാട്ട് ഈ സോങ്. അതെ തീർച്ചയായിട്ടും. സൂപ്പർ ഡയലോഗ്സ് ആയിരുന്നു. അതെ അതെ അതോങ്ങളുടെ രണ്ടുപേരും 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 കലക്കി. അതെന്തായിരുന്നു? അത് ഒന്നുകൂടെ ഒരു ഒന്നുകൂടെ പറയാം. ആയാലും അതുകൊണ്ട് എനിക്ക് പേടിയാവുന്നു. എന്തിന് ഹായ്. എനിക്ക് പേടിയാവുന്ന അത് ശരിക്കും ആ ഫീൽ ഉണ്ട്. അതെ പഴയ കാലത്ത് ഡബിങ് അല്ലേ, അത് ചിലപ്പം അത് റെക്കോർഡ് ചെയ്യുന്നൊക്കെ ഒരു റൂമിൽ സ്റ്റുഡിയോ റൂമിലായിരിക്കും. ഒരു റൂമിന്റെ ആംബിയൻസ് കൂടെ അതെ അതെ. അത് രസമായിരുന്നു കേട്ടോ. താങ്ക് യു സാർ. ദുർഗക്കുട്ടി, എന്തോ? എനിക്ക് ഇഷ്ടമായി പാടിയത്. താങ്ക് യു സാർ. ആ വോയിസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു സാർ. സുശീലാമ്മ പാടുന്നതിന്റെ ചില ഒരു അത് കേട്ടിട്ടാണെന്ന് അറിഞ്ഞൂടാ, അതുപോലെ ചില സ്ഥലങ്ങളിലൊക്കെ അതുപോലെ തോന്നിച്ചു കേട്ടോ. താങ്ക് യു ചില സാർ. ഭാഗങ്ങളൊക്കെ പാടുമ്പോൾ എനിക്ക് തോന്നിയത് കുറച്ച് ശ്രുതി പ്രശ്നങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ചും കൂടി ഒന്ന് ശ്രുതി ചേർന്നാൽ നല്ലായിരുന്നു തോന്നി. ഏതോ ശില്പി ഒരിക്കൽ നിർമ്മിച്ചൊരു ലൈൻ, പിന്നെ അത് കൂടാണ്ട് കനകച്ചിലങ്ക കിലുങ്ങിയതെങ്ങനെ കല്ലിൽ കൊത്തിവെച്ചാന്നുള്ളത് തുടങ്ങിയത് എനിക്ക് പൂമൈ അണിഞ്ഞു വന്നൊരഴകെ ആ സ്റ്റാൻസ് ആ ചരണം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു താങ്ക് യു സാർ. കേട്ടോ. അത് വളരെ മനോഹരമായിട്ട് പാടി. ശ്രുതിയും കൂടി കുറച്ചൊന്ന് ചേർന്നിരുന്നെങ്കിൽ ഒന്നും കൂടി ബ്യൂട്ടിഫുൾ ആയനെ. ഇതിപ്പോൾ ബ്യൂട്ടിഫുൾ ആയില്ല എന്നല്ല, ഒന്നും കൂടി അതിന് മാറ്റുകൂടിയനെ കേട്ടോ. ഓക്കെ സാർ. എനിക്ക് തോന്നിയത് നന്നായിട്ട് പാടി. താങ്ക് യു സാർ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. മക്കളെ, എന്തോ? കുറേ അധികം പോർഷൻസ് വളരെ നന്നായിരുന്നു. താങ്ക് യു ചില സാർ. പോർഷൻസ് ഒരു അൺഫിനിഷ്ഡ് പോലെ തോന്നി. Yes. അൺഫിനിഷ്ഡ് എന്ന് തോന്നാൻ കാരണം ഓരോ ലൈനിന്റെയും എൻഡിലുള്ള സസ്റ്റെയിൻ കൃത്യമാവാത്തോണ്ടാണ്. പറഞ്ഞു മനസ്സിലായോ? മനസ്സിലായി ആ, സാർ. അത് എവിടെയൊക്കെയാണ്? എനിക്ക് ഇടയ്ക്ക് ബ്രത്ത് അങ്ങോട്ട് എങ്ങ് വരെ എത്തുന്നില്ല. ആ ബ്രത്ത് ആ വൈകിയുണ്ടോ? ഇല്ല. ആ ബ്രത്ത് നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം ഇങ്ങനത്തെ ഉള്ള പാട്ടുകളാകുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ബ്രത്ത് കിട്ടാറുണ്ടാവും. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് ബി 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 ബി, അങ്ങനെ ഈ ബ്രത്തിൻ്റെ ലെങ്ത് അനുസരിച്ച് ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ച് പാട്ട് പഠിക്കണം. അപ്പോൾ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ സ്വരങ്ങൾ പഠിക്കുന്നത് പോലെ തന്നെ അതിൻ്റെ എക്സ്പ്രഷൻ പഠിക്കുന്ന പോലെ തന്നെ ഈ ബ്രത്തും എങ്ങനെ പാട്ടിൻ്റെ ഇടയിൽ എടുക്കണം എന്നുള്ളത് നമുക്ക് കാണണം, അല്ലെങ്കിൽ ബ്രത്ത് ഔട്ടായി പോകും. അതാണ് പറ്റുന്നത്. ഏതോ ശില്പി, അത് പഠിക്കേ. ഏതോ ശില്പി ഒരു ഏതോ ഏതോ ശില്പി സീതാദേവി. ആ സീതാദേവി. ആ സംഗതിയാ. സീതാദേവി. ആ അത് ഈ സംഗതികളൊക്കെ അത് കുറച്ചും കൂടെ ഇങ്ങനെ ഇംപ്രസ് ചെയ്യണം, അപ്പോഴേ കുറച്ചും കൂടെ നന്നാവുക. ആ അപ്പൊ ഏതോ ശില്പി പാട്. ഏതോ ശില്പി ഒരിക്കൽ നിർമ്മിച്ചോരി ചേതോഹരാങ്കിതൻ രൂപം. ആ അത് എത്ര നീട്ടം വേണം അതിന്? അപ്പൊ എവിടെ ബ്രത്ത് എടുത്താലാണ് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക? ഏതോ ശില്പി കഴിഞ്ഞിട്ട് ഒരു നല്ല ബ്രത്ത് എടുത്താലേ പറ്റുള്ളൂ. ഇസ് ഇറ്റ് നോട്ട്? അല്ലേ? അപ്പൊ ഇന്റലിജന്റ് ആയിട്ട് അത് ചെയ്തേ. ഏതോ ശില്പി ഒരിക്കൽ നിർമ്മിച്ചോരി ചേതോഹരാങ്കിതൻ രൂപം. ആ ഇപ്പൊ പറ്റിയില്ലേ? ആ ഇനി അടുത്ത ഈ കല്ലിൽ കൊത്തിവെച്ച്. കല്ലിൽ കൊത്തിവച്ച കവിതേ നിന്റെ കനക ചിലങ്ക കിലുങ്ങിയതെങ്ങിനെ അപ്പൊ ഇതിന്റെ കാര്യം എന്താ? നമുക്ക് ബ്രത്ത് ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനമാണ്. ഓക്സിജൻ ഒരു വിലയും കൊടുക്കണ്ട. അപ്പൊ നമുക്ക് ആവോളം നമുക്ക് എടുക്കാം. ആ അത് അങ്ങനെ എടുക്കുമ്പോൾ മാത്രമേ നമുക്ക് പാടാൻ പറ്റൂ. നമ്മളൊക്കെ മനുഷ്യരല്ലേ, അപ്പൊ നമുക്ക് ശ്വാസം വേണം. ആ ബ്രത്ത് നല്ല കൺട്രോൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പാട്ടുകൾ നന്നായിട്ട് പാടാൻ പറ്റുള്ളൂ. അപ്പൊ ഇനി മുതൽ അങ്ങനെ ചെയ്യൂ കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഈ ലൈനിന്റെ അവസാനത്തെ സസ്റ്റെയിൻസ് നമുക്ക് തീർക്കാൻ പറ്റാത്തത്. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് എൻ്റെ മകളെ. അങ്ങനെ വന്നാൽ കുറച്ചുകൂടെ നന്നാവും. പിന്നെ ശബ്ദം ഇടയ്ക്കൊന്ന് 1-2 സ്ഥലത്ത് ഇടറിയിട്ടുണ്ടായിരുന്നു. അത് ശബ്ദം വയ്യാത്തോണ്ടാണോ എന്ന് ഞാൻ സംശയിച്ചു. ആണോ? ഇല്ല. ആ അതങ്ങനെ 1-2 സ്ഥലത്ത് വന്നിരുന്നു. അത് സാരമില്ല. ടെൻഷൻ കൊണ്ടാണോ? ആ ചെറിയൊരു ടെൻഷൻ ഇല്ലേന്ന് എനിക്ക് സംശയമുണ്ട്. അമ്മയോട് ചോദിക്കട്ടെ, ടെൻഷൻ ഉള്ള കുട്ടിയാണോ? ചെറിയ ടെൻഷനുണ്ട്. ടെൻഷനുണ്ട്. അതല്ലേ പറഞ്ഞു എനിക്ക് പേടിയാവുന്നു. പേടിയാവുന്നാണോ പറഞ്ഞത്? അതെ. അപ്പൊ ഞാൻ ചോദിച്ചില്ല എന്തിന് പേടി വേണ്ട കേട്ടോ. ഇത് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഇടമാണ്, സംഗീതത്തിന്റെ ഇടമാണ്. സംഗീതത്തിന് ഒരിക്കലും ടെൻഷനല്ല. ഈ ലോകത്തിന് മൊത്തമായിട്ട് സമാധാനം കൊടുക്കാനായിട്ട് പറ്റുന്ന ഏറ്റവും വലിയ കാര്യം സംഗീത.
അപ്പോൾ നമ്മൾ സമാധാനമായിട്ട് ഇരുന്നാൽ മാത്രമേ സംഗീതം അതിൻ്റെ പൂർണ്ണമായിട്ട് നമുക്ക് ഇങ്ങനെ ഫ്ലറിഷ് ചെയ്ത് വരുള്ളൂ കേട്ടോ. ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഒരു ടെൻഷൻ ആവശ്യമില്ല, നമ്മൾ കട്ടക്ക് കൂടെ ഉണ്ട്. ഓക്കെ ഓക്കെ സാർ. ദുർഗക്കുട്ടി എന്തോ? സുന്ദരിയായിട്ടുണ്ടേ. താങ്ക് യു ചേച്ചി. ഒറ്റൊരു കാര്യം ആലോചിച്ചാൽ മതി, ഗുഡ് ബ്രെത്ത് ഈക്വൽ ടു ഗുഡ് സ്ട്രെങ്ത്. അത് മാത്രം ആലോചിച്ചാൽ മതി. നല്ല ശ്വാസം എടുത്തു കഴിഞ്ഞാൽ എൻ്റെ വരെ നല്ല അടിപൊളിയായിട്ട് പാടാൻ പറ്റും. ഗുഡ് ബ്രെത്ത് ഈക്വൽ ടു ഗുഡ് സ്ട്രെങ്ത്. ഗുഡ് സ്ട്രെങ്ത്. അത് മാത്രം ആലോചിച്ചാൽ മതി. ഓക്കെ, ഓക്കെ അടിപൊളിയായിട്ട് പാടി. കുറേ ഭാഗങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നല്ല ശബ്ദമാണ്, നല്ല you, കൊഞ്ചി കൊഞ്ചി കൊഞ്ചിയുള്ള ഒരു ശബ്ദമാണ്. ഭയങ്കര രസമാണ് കേൾക്കാൻ വേണ്ടിയിട്ട് അല്ലേ? അതെ. യെസ്. അതിന്റെ കൂടെ ആ പ്രൊനൗൺസിയേഷനും കൂടെ ചെറുങ്ങനെ ഒന്ന് ശ്രദ്ധിക്കണം. ശ്രീരാമനല്ല, ശ്രീയാണ്. ശ്രീ. ശ്രീരാമൻ, ശ്രീരാമൻ, സീതാദേവി. പിന്നെ ഈ ചെയ്തൊരു എന്ന് പാടുന്നുണ്ടല്ലോ, എനിക്ക് തോന്നുന്നു സുശീലാമ്മ പാടിയതിൽ അങ്ങനെ ഉണ്ടെന്ന് ഉണ്ട്, തോന്നുന്നു. ഉണ്ട്. ചെയ്തൊരു എന്ന്. അതെ. ചെയ്തൊരു ആണ് നല്ല മലയാളം. അത് അങ്ങനെ തന്നെ പാടിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അവര് തെലുങ്ക് ആയതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ. അതുപോലെ ഏതോ ശില്പിയല്ല, ഏതോ ശില്പി, ഏതോ, അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, ചെറിയ മൈന്യൂട്ടായിട്ടുള്ള വ്യത്യാസങ്ങൾ അവിടെ ഇവിടെ വന്നിട്ടുണ്ട്. അത് മാത്രം നോക്കിയാൽ മതിയടാ, ബാക്കിയൊക്കെ അടിപൊളിയാണ്. ഗുഡ് ബ്രെത്ത് ഈക്വൽ ടു ഗുഡ് സ്ട്രെങ്ത്. യെസ്, അടിപൊളി. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. മാർക്ക് വേണ്ടേ നമുക്ക്? വേണം. ദുർഗസ്, എന്തോ? so you are going to be awarded 96.5 on 100 today. താങ്ക് യു സാർ. ദുർഗക്കുട്ടി, ഹാപ്പി ദിവാലി ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ് കേട്ടോ. അടുത്ത Thank you, ദിവസം ചേച്ചി. കാണാമോ. ബൈ. ബൈ. ഇന്ന് ദീപാവലി ആയതുകൊണ്ട് തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ടോപ്പ് സിംഗറിലെ കുട്ടി പാട്ടുകാരൊരുക്കുന്ന ഒരു ദീപാവലി സ്പെഷ്യൽ സോങ് ആണ് അടുത്തതായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. ശശികല ചാർത്തിയ ദീപാവലയം നം തനനം 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 നം. നിശയുടെ കാർത്തിക വർണ്ണാഭരണം നം തനനം 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 നം. നളനോപുര ശിഞ്ചിത രഞ്ജിത മേളം തനനന തനനന തനനം. തുഴുകൈത്തിരി നെയ്ത്തിരി വിടരും യാമം തനനന നനനന തനനം. വരമരുളും പൊരുളും ഉയരും ഉണരും ദേവി തനനം തനനം നം 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 തം തനനനം തനനന
ഇന്ന് ദീപാവലിയാണ്. അതെ. എന്നിട്ട് നമ്മളിവിടെ പാട്ടൊക്കെ പാടി ദീപമൊക്കെ കത്തിച്ചു, അതൊക്കെ സെലിബ്രേഷൻ ഒക്കെ ഒരു വഴിക്ക് നടക്കുന്നുണ്ട്. ആ. എന്നാലും എനിക്ക് എന്തുകൊണ്ട് നിങ്ങൾ സ്വീറ്റ്സ് തന്നില്ല? എല്ലാ പ്രാവശ്യം എനിക്ക് തരാറില്ലേ? എനിക്ക് എന്തുകൊണ്ട് ഇപ്രാവശ്യം ഇതാ നിങ്ങൾ ഇതാ വാ വാ. പഴോ വന്നോ, വന്നോ. അതല്ലേ ഞാൻ ദീപാവലിക്ക് ഒരു പഴം. അതല്ല എനിക്ക് വേണ്ടത്. കഴിച്ച് ആരോഗ്യം വെക്കൂ. അതല്ല അല്ല, എനിക്ക് പല പുഴ- രാജ്യങ്ങളും ഇപ്പൊ പഞ്ചസാര ബാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എക്സാമ്പിൾ അമേരിക്ക ഇപ്പൊ ഓൾറെഡി ചെയ്യാൻ ആ പോവാണ്. വൈറ്റ് കളർ അല്ലേ? ആ അതെ. ആ. അപ്പൊ അതുകൊണ്ട് നമ്മൾ പഞ്ചസാര കഴിക്കുന്ന മധുരം കഴിക്കുന്ന കേടാണ്. പകരം ഫ്രൂട്ട്സ് കഴിച്ചോളൂ. ശർക്കര ഇട്ടുണ്ടാക്കി എന്തെങ്കിലും തരാൻ പറ്റുമോ പ്ലീസ്? അപ്പൊ ഞാൻ കാര്യം പറയട്ടെ, മധുവങ്ങൾ അപ്പൊ ഷുഗർ കട്ടാണ്. ആ ഷുഗർ കട്ടാണ്. അപ്പൊ ഇപ്പൊ ഇവിടെ മധുരം കൊണ്ടുവന്ന മധുവങ്ങൾ കഴിക്കില്ല. ഇന്ന് കഴിക്കും. ദീപാവലി അല്ലേ, ദീപാവലിക്ക് കഴിക്കും. വിശേഷ ദിവസങ്ങളിൽ ലൂപ്പ് ഞാൻ ഹോൾ കഴിക്കും. ഉണ്ട് നമ്മൾ എല്ലാത്തിനും. തീരുമാനിക്കും നമ്മൾ എപ്പോ കഴിക്കണം അതെ. മനസ്സിലായ? ഓക്കെ. അല്ല അവിടെ എല്ലാം തീരുമാനിക്കണം. ഞാൻ എന്ത് ചെയ്തു? എല്ലാരും നുണയെ പറയുന്നുള്ളൂ, എല്ലാരും നുണയെ പറയുന്നുള്ളൂ. അതെ, ആര്യ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ദീപാവലിയാണ്. അപ്പൊ നമ്മള് സ്വീറ്റ്സ് കഴിച്ചില്ലെങ്കിൽ ഗിഫ്റ്റ് ഉണ്ട്, ശരിയാവോ? ഗിഫ്റ്റ് ഗിഫ്റ്റ്. ഞാൻ കല്യാണം കഴിച്ചാലും ഇല്ലെങ്കിലും ദീപാവലി പക്ഷെ വരുമായിരുന്നു. കല്യാണം കഴിച്ചിട്ട് ഒറ്റ പ്രാവശ്യമല്ലേ ഇത് വരൂ? കല്യാണം gift, കഴിച്ചിട്ടുള്ള gift. ദീപാവലി അയ്യോ. സ്പെഷ്യൽ ആണ്. ഗിഫ്റ്റ്. Where is the gift? ആ പഴം എടുത്ത് കൊടുക്ക് ചേച്ചി. അയ്യോ മുട്ടായി ഒക്കെ തീർന്നു പോയി. അതല്ല, ആര്യ ചേച്ചിക്ക് നമ്മളാണ് തരാൻ പോകുന്നത് ഗിഫ്റ്റ്. നമ്മളല്ല, ഗിഫ്റ്റുമായിട്ട് ഒരാൾ എത്തിയിട്ടുണ്ട്. ആരാ? ഓക്കെ, എല്ലാ പ്രാവശ്യവും ദീപാവലി ഉണ്ടെങ്കിലും കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് ഒറ്റ പ്രാവശ്യമല്ലേ ഇത് വരത്തുള്ളൂ. അല്ല അടുത്ത അതുകൊണ്ട് കൊല്ലല്ലേ? ആദ്യമായിട്ട് ഒറ്റ പ്രാവശ്യമല്ലേ ഇത് വരൂ. അതുകൊണ്ട് ശരി, സ്പെഷ്യൽ ആയിട്ട് ആര്യ ചേച്ചിക്കും ഷുഗർ കട്ട് ചെയ്തിരിക്കുന്ന മധുവങ്ങളും MJ അങ്കിളിനും ഒക്കെ സ്പെഷ്യൽ സ്വീറ്റ്സും ഒക്കെ ആയിട്ട് നമ്മുടെ റൈക്ക കുട്ടി എത്തിയിരിക്കുകയാണ് ഒരു ഓ, സൂപ്പർ റൈക്ക. സോങ്ങുമായിട്ട്. ഹായ്. ലെറ്റ്സ് റൈക്ക. വെൽക്കം റൈക്ക കുട്ടി on റൈക്ക. stage. ചെന്നൈ സ്വീറ്റ്സ്. ചെന്നൈ സ്വീറ്റ്സ് മധുവങ്ങൾ കഴിക്കരുതേ. ഹായ്. അല്ല, എനിക്ക് ഇന്ന് കഴിക്കും. ദീപാവലിക്ക് കഴിക്കാം. അമേരിക്കയിലൊക്കെ ബാൻ ചെയ്തിരിക്കുകയാണ്. ദീപാവലിക്ക് കഴിക്കാമല്ലോ. സൂപ്പർ സൂപ്പർ. എന്റെ കൈ തന്നെ തന്നു. இப்போ நான் வந்து இதெல்லாம் சென்னையில இருந்து உங்களுக்கு வேண்டி ஸ்பெஷலா கொண்டு வந்திருக்கேன். ചെന്നൈയിல ആ. വന്നിരിക്കீங்களா? ஆமா, ஓ, சென்னையில பரவாயில்லையே. இருந்து. എന്നല്ല ഇറക്ക് இது வந்து ஜிலேபி, அதுவும் ஜிலேபி, ലഡു. காஜு கட்லி. இப்போ இதெல்லாம் நான் வந்து சென்னையில இருந்து உங்களுக்கு வேண்டி ஸ்பெஷலா. அப்படியா? ഗുലാബ് ജാമുൻ ഇருக்கு. குலாப் ஜாமுன் இல்ல, அது அது வந்து கெட்டு போயிடும். அது லீக் ஆயிடும். ஆ, இவ்வளவு தூரம் கொண்டு வரும்போது தானே. இல்ல, அந்த தண்ணி வேண்டாமா? குலாப் ஆமா, ஜாமுன் அந்த கூட ஆமா. இருக்கிற தண்ணி தட்டுல எப்படி அது போட்டுட்டு வர முடியும்? ആ, ആ, அது முடியாது. ആ. ஆ, അതാ അതാ എനിക്ക് ரொம்ப പിടിക്കും. என்னோட ஃபேவரட். എനിക്കും ആ. എനിക്കും. ஆமா, எனக்கு குலாப் ஜாமுன், ரசகுல்லா, ரசமலாய். நாங்க வந்து வடிக்கால 4 மணிக்கு எழுந்திருந்து ஆ. எண்ணெயெல்லாம் தேய்ச்சு பட்டாசு எல்லாம் வெடிச்சு பிடிச்சா? நன்னா குளிச்சு எல்லாம் வருவோமா. இப்ப அங்க போக முடியல. அப்போ அதனால நான் உங்களுக்கு வந்து சென்னையில இருந்து ஸ்வீட்ஸ் எடுத்துட்டு வந்திருக்கேன். பிரமாதம் பிரமாதம். ഹായ്. കൊതി വരുന്നു, കൊതി വരുന്നു. അതെ, അടടടടടട. റൈക്ക, എനിക്ക് കൊഞ്ചം തരുവീங்களா? അത് நான் இப்ப தரேன். சரி, இதுல நான் என்ன சூஸ் பண்ணும்? எல்லாமே வேணும் எனக்கு. എല്ലാമേ ചൂസ് பண்ணலாம் இல்லையா? എല്ലാമേ എനക്ക്. ആ എടുത്തോ. മധുവങ്കളിന് ഇല്ലാട്ടോ, ആ സൈഡിൽ കൊടുക്കല്ലേ. ദീപാവലിക്ക് കഴിക്കും. വേണ്ട, അങ്ങനെ കഴിക്കണ്ട. ഞാൻ വന്ന് Thank ലഡു you. ലഡു ലഡു. ആ. താങ്ക് യു റൈക്ക. ഞാൻ എല്ലാം ഓരോ എനിക്കും ഇതാണ് എല്ലാം പുതിയ ലഡു. ഓരോന്ന്. ദേ, എല്ലായിടത്തും എനിക്കും എല്ലാം ഓരോന്ന് വേണേ. അയ്യോ, ഞാൻ എടുത്തോ. ഒറ്റ ഒന്നേ എടുത്തോ. നാണക്കേടൊന്നും വിചാരിക്കണ്ട, എടുത്തോളൂ. താങ്ക് യു. Thank you, റൈക്ക baby. എന്തോ എന്തോ ரொம்ப நல்லா இருக்கு. പ്രമാദമാ ഇருக்கு. பிரமாதம் பிரமாதம். നിങ്ങൾക്ക് ഓരോന്നല്ലേ എനിക്ക് റൈക്ക, thank you, പാത്രം thank you, മൊത്തം thank you. കിട്ടി. നോക്ക്. ரொம்ப நன்றி. தேங்க்யூ. ഉം. நான் வந்து சென்னைக்கு போயிருந்தேன். ஆ. சென்னைக்கு போய் பின்னி சேச்சியை பார்த்தேன். அப்படியா? ஆ, பின்னு சேச்சுன்னு தான் கூப்பிடுவீங்களா? ஆமா, ബിനി ചേച്ചി എന്നെ சொன்னது. அப்படி கூப்பிட்டா போறோம்னு சொன்னேன். அப்படியா? என்ன அப்புறம் என்ன கூப்பிடுற? சொன்ன? என்ன മധുവങ്കൾ. கூப்பிடணும்? மது அங்கிள். பின்னி சேச்சி கூப்பிட்டானாக்கா என்னை மது சேட்டான்னு கூப்பிடணும். വേണം ചെല, அப்படியெல்லாம் கூப்பிட வேணாம். நாங்க ரெண்டும் சேம் ஏஜ். அப்படியெல்லாம் வேணாம். அங்க சென்னையில ரொம்ப ஃபேன்ஸ் இருக்குல்ல. ஆமாம், ஆ அந்த என்னாச்சு? 72 மேலக்கர்த்தாஸ் பாடி நிறைய லவ் அண்ட் சப்போர்ட் தந்தது. அந்த வீடியோ கூட ரொம்ப வைரல் ஆமா. ஆச்சுல்ல.
இதுக்கெல்லாம் காரணம் ஆறு பின்னி சேச்சி தானே. அப்படியா? பின்னி சேச்சி எல்லாமே பின்னி சேச்சி. ஆமா எல்லாமே பின்னி சேச்சி. பின்னி மட்டும் தான் பின்னி. எஸ். வேற யாராவது பின்னி இருக்கா? இல்ல இல்ல பின்னி மட்டும் தான் பின்னி. நீங்க பின்னியோட ஸ்டூடெண்டா? ஆமாம். ஏன் முதல்ல சொல்லல? പറഞ്ഞു പറഞ്ഞു சொன்னாங்க. நீங்க சொல்லிட்டீங்களா? എവിടെ പോയിരിക്കുന്നു? இல்ல நீங்க நினைக்கிறேன். வந்து வத்திக்கான்ல இருந்ததுல அந்த டைம்ல. அப்படியா? ஓகே ஓகே. அதுக்கப்புறம் நான் அங்க வித்யாரம்பத்துக்கு போக முடியல. அதனால அங்க போய் எனக்கு இந்த பாவாடை gift தந்தா பின்னி சேச்சி. அதான் போட்டு வந்தீங்களா? ஹாய். ஓ அழகா இருக்கே. இது பின்னியோட ஏதோ சாரி கட் பண்ணி பண்ணிருக்க போல இருக்கு. ബിന്നിയായിട്ട് ഇവിടെ ഇല്ലാന്നുള്ള ഒറ്റ ധൈര്യത്തിലാ. இல்ல இது ஃப்ரெஷ் புதுசா அது. ஆமாம் புதுசு. புதுசு பார்த்தாலே தெரியுது. ரைக்கா தீபாவளி இல்லையா? ஆமாம். தீபாவளினா என்ன? தீபாவளினா ராமர் வந்து ராவணனை வதம் பண்ணிட்டு சீதாவை லங்கையில இருந்து கொண்டு வந்த நாள். கொண்டு வந்து எங்க கொண்டு வந்தது? அயோத்தியா. அயோத்தியால கொண்டு வந்தது. ஹாய். அப்ப வந்து ரொம்ப செலிப்ரேஷன்ஸ் இருந்தது ஆமாம். இல்ல? செலிப்ரேஷன். அந்த செலிப்ரேஷன் தான் தீபாவளி இல்ல? ஆமாம். வேறொரு கதை இருக்குது. என்ன கதை? என்னன்னா கிருஷ்ணர்னு தான் சொல்லுவோம், அது கண்ணன் சொல்லுமா? கிருஷ்ணர். கிருஷ்ணர் வந்து நரகாசுரன் ஒரு அசுரன் இருந்ததுல ஆ. அவரே ஆமா. தமிழ்ல இருந்து வரணும்னு அறிஞ்சுடா. finish பண்ணி அவரே finish கொலை பண்ணி. கொலை பண்ணி திரும்பி வரும்போது வந்து இது இந்த மாதிரி ஒரு செலிப்ரேஷன் இருந்தது. ஓ. அது கூட தீபாவளின்னு சொல்லலாம். அப்போ விஷ்ணு வந்து செலிப்ரேட் பண்ண நாள். விஷ்ணு மகாவிஷ்ணுவோட அவதாரம் தானே ரெண்டு பேரும். ஆமா கரெக்ட். ஆமா கரெக்ட். மகாவிஷ்ணுவை செலிப்ரேட் பண்ற நாள். அதுதான் தீபாவளி. அது மட்டும் இல்ல, வேற என்ன தீபம்னா என்ன? பிரகாசம் தானே. லைட் லைட் லைட். அந்த இன்னர் லைட் இல்லையா, அது க்ளோ பண்ணும். ஓ ஓகே. தமசோ மா ஜோதிர்கமய டேக் மீ டு லைட். ஓகே. அதுதான் தீபாவளி. அதுக்காகத்தான் இந்த செலிப்ரேஷன் எல்லாம். புரிஞ்சுதா? புரிஞ்சுது. நல்லா புரிஞ்சுதா? புரிஞ்சுது. அதுக்கப்புறம் நான் அங்க போனப்போ எனக்கு தர்மவதி ராகத்துல எங்களோட மகா குருஜி டாக்டர் எம் பாலமுரளி கிருஷ்ணா குருஜி வந்து கம்போஸ் பண்ண ஒரு வசமானி சொல்லிட்டு ஒரு கிருத்தியும் படிப்பிச்சு தந்தா. அப்படியா? ஆமா. எப்படி ஆரம்பிக்கிறது? எப்படி வருது? അല്ല ബി 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 ഒരു മിനിറ്റ് ഞാൻ അവിടെ പോയി നിക്കട്ടെ എന്റെ കൈ വേദനെടുക്കുന്നു സത്യായിട്ടും. അല്ലല്ല അങ്ങനെ തന്നെ നിന്നോട്ടെ. അയ്യോ വിഷ്വല് നല്ല രസമുണ്ട് കാണാൻ. ഞാൻ കിടക്കുന്നുണ്ട്. റൈക്കക്കുട്ടി ഓൾ ദ ബെസ്റ്റ്. പഠിക്കോ പഠിക്കോ. അയ്യോ എന്തൊരു വെയിറ്റ് അറിയോ. വശമാനി അതിശയ മഹിമദിൽപ 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 വശമാനി അതിശയ മഹിമദിൽപ. അതിശയം. അപ്പൊ ദീപാവലിക്ക് എന്നാ വശമാകണം? എന്നാകണം? നല്ലത് വശമാകണം, കെട്ടത് വശമാക വേണ്ട. ആ നന്മയുടെ മേലിൽ തിന്മ തോറ്റുപോകുന്ന കാര്യമാണ്. ഓക്കെ, ഗോട്ട് ഇറ്റ്. റൈറ്റ്. ഇന്ന് ദീപാവലി സ്പെഷ്യൽ സോങ് എന്നാ? കൈതപ്പൂവിൻ കന്നിക്കുറുമ്പിൽ. ഡീറ്റെയിൽസ് சொல்லுங்க. മൂവി കണ്ണെഴുതി പൊട്ടും തൊട്ടു. തൊട്ട് കമ്പോസർ MG രാധാകൃഷ്ണൻ സാർ. ലിറിക്സ് കാവാലം നാരായണ പണിക്കർ സാർ. പാടിയത് മോഹൻലാൽ സാറും ചിത്രാമയും. ചിത്ര ചേച്ചി. ഇയർ 1999. വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു. അപ്പൊ റെഡി അല്ല? റെഡി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. All the best. താങ്ക് യു. കൈതപ്പൂ
ആഹാ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ரைக்கூஸ் சொல்லுங்க. நல்லா இருந்தது. தேங்க்யூ. இனி வந்து பிரமாதம் ஆகலாம். ஒரு சிம்பிள் டியூன் தானே இது. வெரி சிம்பிள். வெரி சிம்பிள். தானனனி தானனனி தன்னனனன வள்ளம் அது தொழையறது இல்லையா? ஆமாம். கைதப்பூவின் தன் தெரிந்தி அந்த மாதிரி ஒரு ஃபீல்ல பாட முடியுமா? கைதப்பூவின் கன்னி குறும்பில் தொட்டு தொட்டில்ல தொட்டு தொட்டில தொட்டு தொட்டில தொட்டு தொட்டில அந்த மாதிரி தொட்டு தொட்டில்ல தொட்டு தொட்டில்ல அது வந்து கொஞ்சம் சாஃப்ட். கைதப்பூவின் கன்னி குறும்பில் தொட்டு தொட்டில்ல. நெக்ஸ்ட் லைன் ஆல்சோ சேம். കണ്ണും കണ്ണും തേടിയൊഴിഞ്ഞു കണ്ടു കണ്ടില്ല. Yes. சூப்பரா இருக்கு. Thank you. ரொம்ப சூப்பரா இருக்கு. Thank you. இனி கமகரி கரி சரி சனி சனி பாபரி ரிசா இல்ல அப்போ நானே நானே அது வந்து ஒரு பேட்டர்ன்ல போகுது இல்லையா? நானே நானி தாதி 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 தா 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 கம் ஆன். മനസ്സിൽ നിറയെ മണം തുളുമ്പിയ മധുര നൊമ്പരം. இது என்ன ஆர்மி மார்ச்? பம் 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 அது இல்ல. മനസ്സിൽ നിറയെ മധുരം തരരെ കം ഓൺ. മനസ്സിൽ നിറയെ മണം തുളുമ്പിയ മധുര നൊമ്പരം. அந்த மாதிரி எல்லாம் வந்து இந்த நோட்ஸ் வந்து டான்ஸ் பண்றது ரொம்ப பியூட்டிஃபுல் இந்த சாங்ல. அப்பதான் அது கரெக்ட் ஆகும். ஓகே ഓക്കേ. got the point? Yes. then போரு நீ പോരൂ നീ. இப்ப கரெக்ட். Yes. இது வரும்போது ரொம்ப நல்லா இருக்கு அந்த ஆர்கெஸ்ட்ரேஷன் எல்லாம். அப்போ ஒரு இந்த மாதிரி பாடினா எப்படி நல்லா இருந்தேன். அழகாகும். ரொம்ப அழகு. அழகா அழகா. அப்பதான் நான் சொல்ல முடியும் ரைக்கா பாடினது அடடடடடடடா. ஓகே ஓகே. ரைட். நீ சிரிச்சால் தீபாவளி ஹை நாளை எங்கும் ஏகாதசி. நான் ஏன் அந்த பாட்டு பாடினேன்னா நீங்க சிரிக்கும் போது தீபாவளி தான் சொல்றேன். Thank you. இன்னைக்கு தீபாவளி தானே? ஆமாம். ரொம்ப கியூட்டா இருக்கு. Thank you. பாடும்போதும் ஆடும்போதும் பேசும்போதும் சிரிக்கும்போதும் எல்லாம் என்ன இருக்கு? அழகா இருக்கு. கியூட்டா இருக்கு, அழகா இருக்கு. நீங்க தமிழ் மட்டும் தெரியும் தான் சொல்றீங்க பேசுறதுக்கு, ஆனா பாடும்போது அப்படியே தெரியறதே இல்ல. Thank you. ரொம்ப பெர்ஃபெக்ட்டா இருக்கு. Thank you. மதுர நொம்பரம் ஏன் எப்படி? மதுர நொம்பரம் அப்படிதான் பாடுனீங்க. മധുര നൊമ്പരം. மதுர நொம்பரம். മധുര നൊമ്പരം. மதுர நோ வரைக்கும் ஒரு நோட்டு. மதுர நொம். മധുര നൊമ്പരം. வருது கிட்ட வந்தாச்சு. തുഴയിൽ ചിതറി വെള്ള താമര. തുഴയിൽ തുഴയിൽ அப்படி ശ്രമപ്പെட വേണ്ട. ഈസിയാ. തുഴയിൽ ചിതറി വെള്ളത്താമര. கரெக்ட். வருது. கரெக்டா பெர்ஃபெக்ட்டா வந்துட்டு இருக்கு. ஓகே. வரும் உங்களுக்கு, அது எனக்கு தெரியும். வரும். அதே மாதிரி தான் இந்த மனசில் மயங்கும் സ്വപ്ന மர்மரம் அங்கேயே அதே இடத்துல മനസ്സിൽ മയങ്ങും. வந்துருச்சு. வந்துட்டாச்சு. பாக்கி எல்லாம் எனக்கு ரொம்ப பிடிச்சிருக்கு. ஆல் தி பெஸ்ட். Thank you. ஹாப்பி தீபாவளி once again. Happy Diwali. ஹாப்பி தீபாவளி. Happy Diwali. ரைக்கா மொத்தத்தில் என்ன சொன்னது புரிஞ்சிருக்கா? கொஞ்சம் கிளாரிட்டி வரணும், அவ்வளவுதான். எனக்கு என்ன தோணுதுன்னா, என்னோட தமிழ் மாதிரி தான் ரைக்கோ குட்டியோட பாட்டு. எனக்கு தமிழ் நல்லா வரும், ஆனா ரைக்கா பார்க்கும்போது எனக்கு தமிழ் வராது. அந்த மாதிரி ரைக்காக்கு பாட்டு நல்லா வரும், ஆனா நம்ம பார்க்கும்போது கொஞ்சம் பயமா இருக்கா? பயமா கொஞ்சம் கிளாரிட்டி குறை வருது. அப்புறம் பாடி தரும்போது நல்லா வருது பாட்டு, எல்லாமே கிளாரிட்டில வருது. கரெக்டா? கரெக்ட். ஆமா. சோ பயம் வேணாம். ஓகே ஓகே ஓகே. நல்லா பாடி இருக்க. Thank you. எனக்கு ரொம்ப பிடிச்ச பாட்டு. Thank you. ரைக்கா, இந்த கைதப்பூ வச்சு வேறொரு பாட்டு இருக்கு, ரொம்ப நல்ல பாட்டு. கேட்கலாமா? கேட்கலாம். കൈതപ്പുഴ കായലിലേ ഓഹോ ഓഹോ കാറ്റിന്റെ കൈകളിലേ ഓഹോ ഓഹോ കളിച്ചിരി മാറാത്ത കന്നിയോളമേ കാണാക്കൂടം നിറയെ കക്കയോ കവിതയോ കറുത്ത പൊന്നോ കൈതപ്പുഴ കായലിലേ ഓഹോ ഓഹോ കാറ്റിന്റെ കൈകളിലേ ഓഹോ ഓഹോ. ரேக்கா குட்டி,
അപ്പൊ റൈക്കോ കുട്ടിക്ക് ഇന്ന് കിട്ടുന്ന മാർക്ക് 96.5 ഔട്ട് ഓഫ് 100. അപ്പൊ റൈക്കോ കുട്ടി ഹാപ്പി ദിവാലി. താങ്ക് യു. Happy Diwali. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ ഹാപ്പി ദിവാലി. ഹാപ്പി ദിവാലി. മനസ്സിൽ നിറയെ മണം തുളുമ്പിയ മധുര നൊമ്പരം. ഇനി പാടാനെത്തുന്നത് നമ്മുടെ ദക്ഷ് കുട്ടനാണ്. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട് ദക്ഷ് കുട്ടന്റെ പാട്ട് ജഡ്ജ് ചെയ്യാനായിട്ട്. നമുക്ക് പുതിയ നല്ല സൂപ്പർ 3 ജഡ്ജസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. വേറെ ആരുമല്ല, നമുക്ക് പ്രിയപ്പെട്ട പ്രശസ്ത ഗായകൻ പാർത്ഥ്. വെൽക്കം സർ. പ്രശസ്ത ഗായിക റൈക്ക മാം. വെൽക്കം മാം. വീണ്ടും ഒരു പ്രശസ്ത ഗായിക ജ്വൽ മാം. വെൽക്കം. ജഡ്ജസ്, അപ്പൊ ഇന്നൊരു സൂപ്പർ സോങ് നമ്മൾ കേൾക്കാൻ പോവാണ്. ആരാണ് വരുന്നതെന്ന് ജഡ്ജസിന് അറിയാമോ? ഇല്ല. എന്താ ജഡ്ജസ്, ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം കേട്ടോ. ഇപ്പൊ വരാൻ പോകുന്നത് നമ്മുടെ ദക്ഷ് കുട്ടനാണ്. ഗോവയിൽ നിന്നും വിളിക്കാം. ഒരു സൂപ്പർ സോങ് നമുക്ക് കേൾക്കാം. സോ ലെറ്റ്സ് വെൽക്കം ദക്ഷ് കുട്ടൻ ഓൺ സ്റ്റേജ്. ഹലോ ദക്ഷ്. ഹലോ ദക്ഷ്. ഇവിടെ ഇവരാണ് ഇപ്പൊ പുതിയ ജഡ്ജസ്. എപ്പോ മുതൽക്ക്? ഇപ്പൊ മുതല് അറിഞ്ഞില്ലായിരുന്നോ? മര്യാദ അറിഞ്ഞില്ല. നല്ല റെസ്പെക്ടോടുകൂടി സംസാരിക്കണേ, പ്രശ്നം ഉണ്ടാക്കും. ദക്ഷ് ആ. ഗോവയ്ക്കൊക്കെ പോയോ? പോയി. എന്തൊക്കെ ചെയ്തു? ഗോവയിൽ പോയപ്പോ അവിടുന്ന് കുറെ പേര് വന്ന് കൺഗ്രാജുലേറ്റ് ചെയ്തു. പിന്നെ മലയാളി സമാജം കോട്ടാലിം, അവിടെ കോട്ടാലിം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തെ മലയാളി സമാജത്തിലത്തെ ആൾക്കാർ വന്നു. എന്നിട്ട് അവര് ഒരു സ്ഥലത്തേക്ക് വിളിച്ചിട്ട് എനിക്ക് മൊമെന്റോ തന്നു. പിന്നെ ഒരു സാഹിത്യ കൂട്ടായ്മ ഉണ്ട് അവിടെ, തപസ്യ എന്ന് പറഞ്ഞ. അപ്പോൾ അവിടുത്തെ ആൾക്കാർ വീട്ടിലേക്ക് വന്നിട്ട് പൊന്നാടിയും ബൊക്കെയൊക്കെ തന്നു. പിന്നെ റെയിൽവേത്തെ ആൾക്കാരും മൊമെന്റോ ഒക്കെ തന്നു. ഫാൻസ് അല്ലേ? ഫാൻസ്. നമ്മുടെ ടോപ്പ് സിംഗറിൽ വന്നിട്ട് ദക്ഷിണ ഒത്തിരി ഫാൻസ് അല്ലേ ജഡ്ജസ്? ഏത് പാട്ടാ? അല്ലിമലർ കാവിൽ പൂരം കാണാൻ. ഓ, നല്ല പാട്ടല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടാ. അപ്പൊ ആ ജഡ്ജിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം നമുക്ക്. അതെ. ഓക്കെ. ദക്ഷ്, ഹായ്. ഗോവയിൽ പോയിട്ട് നമുക്ക് എന്തൊക്കെ കൊണ്ടുവന്നു? അച്ഛനെ കൊണ്ടുവന്നു. അച്ഛനെ കൊണ്ടുവന്നു. വാവ്. അച്ഛന്റെ ട്രെയിനൊക്കെ ട്രാക്കിൽ പോണേ? ട്രാക്കിലെല്ലാം ഫുൾ സ്പീഡിൽ തന്നെ ഓടുന്നുണ്ട്. മോനെ ദക്ഷേ, ഡീറ്റെയിൽസ് പറ. സിനിമ മിഥുനം, വർഷം 1993, ലിറിക്സ് ONV കുറുപ്പ് സർ, മ്യൂസിക് MG രാധാകൃഷ്ണൻ സർ, പിന്നെ പാടിയത് MG ശ്രീകുമാർ സർ. അല്ല, ഇത് ദക്ഷ് ഗോവന്ന് പാട്ട് കേൾക്കാൻ വിളിച്ചോണ്ട് വന്നതാ? 3 പേര്? ഞങ്ങളൊക്കെ റിലേറ്റീവ്സാ ദക്ഷൻ. നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് നാരായണൻകുട്ടി. ഓക്കെ. ഹായ് നാരായണൻകുട്ടി ചേട്ടാ. എന്റെ പേര് ഗോവിന്ദൻ. ഹായ് ഗോവിന്ദൻ ചേട്ടാ. ഞാൻ അമ്മിണിയമ്മ. ഹായ് അമ്മിണിയമ്മ. ഇതൊക്കെ ദക്ഷിന്റെ ക്ലോസ് റിലേറ്റീവ്സ് അല്ലേ? ഗോവയിൽ തന്നെയാണോ? ഞങ്ങളെ ഗോവ ജംഗ്ഷന്റെ അടുത്താണ്. ഒരുപാട് സന്തോഷം. ഈ വയസ്സാം കാലത്ത് ഞങ്ങളുടെ ടോപ്പ് സിംഗറിൽ വന്ന് കുട്ടികളെ പാട്ട് കേൾക്കുന്നതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. ടിവിയിലല്ലേ കണ്ടിട്ടുള്ളൂ, ഇപ്പൊ നമുക്ക് നേരിട്ട് കാണാം. ഓക്കെ. ടിവിയിൽ കാണാറുണ്ടോ ടോപ്പ് സിംഗർ? അതെ, എപ്പോഴും കാണാറുണ്ട്. ഞങ്ങൾ ഇതിന്റെ ഫാൻസ് ആണ്. അപ്പൊ നേരിട്ടൊന്ന് കാണണം വലിയ ആഗ്രഹം കൊണ്ട് വന്നതാണ്. ഓക്കെ. ഇവിടെ ആരും ഏറ്റവും ഇഷ്ടം നാരായണൻകുട്ടി ചേട്ടന്? പിന്നെ മീനാക്ഷിയെ പോലെ. മീനാക്ഷിയെ കാണുമ്പോ ഞങ്ങൾ എപ്പോഴും വിചാരിക്കാറുണ്ട് എന്തൊരു ക്യൂട്ടാണ്, എന്തൊരു ഭംഗിയാണ് ആ കുട്ടിയെ കാണുമ്പോൾ. ആ സംസാരം, ആ ഒരു പെരുമാറ്റം എല്ലാം. പിന്നെ പല സിനിമകളും കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ഒരു ഫാൻസ് കൂടിയാണ്. താങ്ക് യു നാരായണൻകുട്ടി ചേട്ടൻ. എനിക്ക് നാരായണൻകുട്ടി പ്രൈവറ്റ് എന്നല്ല പേര്. അതെ അതെ ഗംഭീര അഭിപ്രായമാണെന്ന് കേട്ടു. അയ്യോ, എനിക്ക് ഒരുപാട് സന്തോഷം. ചേട്ടൻ കണ്ടിരുന്നോ? ഞാൻ കണ്ടില്ല, കാണും. ചേട്ടൻ നിർബന്ധമായിട്ട് എല്ലാ സിനിമയും ഞാൻ കാണും. കാണണം. താങ്ക് യു. ഞാനും കാണാറുണ്ട്. മോള് സുന്ദരിയാട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. താങ്ക് യു സോ മച്ച് കേട്ടോ. നമുക്കൊരു മധുവങ്കൾ ഉണ്ട്, അവരൊക്കെ ജസ്റ്റ് ഇപ്പൊ പോയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് പുതിയ ജഡ്ജസ് വന്നു, അങ്ങനെയാണ് സംഭവിച്ചത്. ഓക്കെ. പുതിയ ജഡ്ജസ്. നമസ്കാരം. സുഖമാണോ എല്ലാവർക്കും? ചേട്ടാ, എനിക്ക് MJ സാറിന്റെ പാട്ടുകൾ ഒത്തിരി ഇഷ്ടമാണ്. നാഷണൽ അവാർഡ് കിട്ടിയപ്പോ ഒക്കെ ഞാൻ ഭയങ്കര സന്തോഷിച്ച് വീട്ടില് പടക്കമൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. ഓക്കെ. താങ്ക് യു ചേച്ചി. സന്തോഷം കേട്ടോ സാർ ഇങ്ങനെ പെരുമാറുന്നത്. ഓക്കെ. ഓക്കെ സാർ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. പാട്ടിലേക്ക് കിടക്കാം. ഓക്കെ. ദക്ഷേ, അടിപൊളിയായിട്ട് പാടും കേട്ടോ. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ ദക്ഷ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ഓക്കെ.
മലർക്കാവിൽ പൂരം കാണാൻ അന്നു നമ്മൾ പോയി രാവിൽ നിലാവിൽ ദൂരെയൊരാൾ മരച്ചോട്ടിലിരുന്നു മാറിവിൽ ഗോപുരമാളിക തീർത്തു അതിൽ നാം ഒന്നായാടി പാടി അല്ലി മലർക്കാവിൽ പൂരം കാണാൻ അന്നു നമ്മൾ പോയി രാവിൽ നിലാവിൽ. ഒരു പൊന്മാനിനെ തേടി നാം പാഞ്ഞു കാതരമോഹങ്ങൾ കണ്ണീരിൽ മാഞ്ഞു മഴവില്ലിൻ മണിമേട ഒരു കാറ്റിൽ വീണു മണ്ണിലെ കളിവിടും മാഞ്ഞുവോ ഇന്നതും മധുരമൊരോർമ്മയായി മണ്ണിലെ കളിവിടും മാഞ്ഞുവോ ഇന്നതും മധുരമൊരോർമ്മയായി മരുഭൂവിലുണ്ടോ മധുമാസ തീർത്ഥം അല്ലി മലർക്കാവിൽ പൂരം കാണാൻ അന്നു നമ്മൾ പോയി രാവിൽ നിലാവിൽ. വെറുതെ സൂര്യനെ ധ്യാനിക്കുമേതോ പാതിരാപ്പൂവിന്റെ നൊമ്പരം പോലെ ഒരു കാറ്റിലലിയുന്ന ഹൃദയാർദ്രഗീതം പിന്നെയും ചിരിക്കുന്നു പൂവുകൾ മണ്ണിലെ വസന്തത്തിൻ ദൂതികൾ പിന്നെയും ചിരിക്കുന്നു പൂവുകൾ മണ്ണിലെ വസന്തത്തിൻ ദൂതികൾ ഋതുശോഭയാകെ ഒരു കുഞ്ഞു പൂവിൽ അല്ലി മലർക്കാവിൽ പൂരം കാണാൻ അന്നു നമ്മൾ പോയി രാവിൽ നിലാവിൽ ദൂരെയൊരാൾ മരച്ചോട്ടിലിരുന്നു മാറിവിൽ ഗോപുരമാളിക തീർത്തു അതിൽ നാം ഒന്നായാടി പാടി അല്ലി മലർക്കാവിൽ പൂരം കാണാൻ അന്നു നമ്മൾ പോയി രാവിൽ നിലാവിൽ. അപ്പൊ ജ്വൽ മാം എങ്ങനെയുണ്ടായിരുന്നു ദക്ഷന്റെ പാട്ട്? ദക്ഷ് മാം ഇങ്ങനെ പാടിയാലൊന്നും ശരിയാവത്തില്ല. എത്ര എടുത്താ തെറ്റിയ നിനക്ക് തന്നെ അറിയാലോ. ഇത് ശരിയാവത്തില്ലടാ. ജ്വൽ മാം പേടിയായോ? ഞാൻ വെറുതെ പറയുന്നതല്ലേ. ഞാൻ വെറുതെ പറ്റിക്കാൻ പറഞ്ഞതാണ്. മോൻ അസലായിട്ട് പാടി. താങ്ക് യു മാം. വെറുതെ സൂര്യനെ ധ്യാനിക്കുന്നു വെച്ചാല് ഞാൻ കേട്ട് മയങ്ങി അതുപോലെ നന്നായിട്ടാണ് പാടിയത്. താങ്ക് യു മാം. ദക്ഷ യെസ് സർ. അസലായി പാടി. താങ്ക് യു സർ. ചില സ്ഥലത്തൊക്കെ അലിവ് തോന്നിപ്പിക്കുന്ന പോലെ പാടിയേക്കുന്നത്. ഓ എന്നാ രസമായിരുന്നു. ആ അനുപല്ലവിന്നോട്ട് കണക്ട് ചെയ്തിട്ട് ആ തുണ്ടുപല്ലവിയിലോട്ട് കണക്ട് ചെയ്യുന്നുണ്ടല്ലോ. എന്തൊരു സൂപ്പറായിട്ടാ പാടിയേ. താങ്ക് യു സർ. ഫീല് കൊടുത്ത് ഒതുക്കി നല്ലോണം പാടി. താങ്ക് യു സർ. ഇനി ഒരു ചോദ്യം ചോദിക്കട്ടെ.
അല്ലിമലർക്കാവ് എന്ന് വെച്ചാ എന്താ? അതൊരു അമ്പലല്ലേ? അയ്യേ, ഇതൊന്നും പഠിക്കാതാണോ ഇവിടെ വരുന്നേ? സാറേ ആ സ്ക്രീനിന്റെ ബാക്കിൽ ആ സ്ക്രീനിൽ കാണിച്ചു തരുന്ന ആ അമ്പലമാണോ അല്ലിമലർക്കാവ്? ആണോ സർ? ഓൾമോസ്റ്റ്. അടുത്ത തീന് തൊട്ടപ്പുറത്തുള്ളതാണ് അല്ലേ സർ? ഇതൊന്നും അല്ല. സാറ് പോയിട്ടുണ്ടോ അലിമലർക്കാവില്? പിന്നെ ഞാൻ എന്നും അവിടെ പോയി പ്രാർത്ഥിക്കുന്ന. പുഷ്പാഞ്ജലി ചെയ്യാറുണ്ടല്ലേ? ആ, ഓക്കെ. എന്നും പോയിട്ടാ സർ ഇവിടെ പിന്നെ വരുന്നത്. അടുത്തൊരു ചോദ്യം ചോദിച്ചോട്ടെ. യെസ് സർ. ഈ പാട്ട് ഏത് രാഗത്തിലാ? കാനഡയാണോ? കാനഡ. യെസ്, കറക്റ്റ്. ഹിന്ദുസ്ഥാനി ദർബാരി കാനഡ ആണ് രാഗം. Okay, sir. താങ്ക് യു സർ. നല്ലോണം പാടി. എനിക്ക് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരാൻ തോന്നുന്നുണ്ട്, അത്രയ്ക്ക് നല്ലതായിട്ടാ പാടിയ. താങ്ക് യു സർ. ദക്ഷ്, യെസ് മാം. നല്ലോണം പാടിട്ടോ. Thank you, എനിക്ക് ma'am. വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു മാം. ആ ബാക്ക് ഡ്രോപ്പ് ഒക്കെ ഞാൻ ഒരു കാവില് പോയി പ്രാർത്ഥിച്ച പോലെയാണ് നീ പാടിയത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു മാം. ഒരു ചന്ദനക്കുറി ഉണ്ടെങ്കിൽ നന്നായിട്ട് ആവാം. അത് ഒരു ചന്ദനക്കുറി ഇട്ടിട്ട് വരണം കേട്ടോ നെക്സ്റ്റ് ടൈം. ചന്ദനക്കുറി ഉണ്ടെങ്കിൽ ഒരു തമ്പ്രാനെ പോലെ ഉണ്ടാവും. ആ, തമ്പ്രാനിന്റെ ഫീൽ ഉണ്ടാവും. നന്നായി പാടി. എനിക്ക് നിന്റെ കോസ്റ്റ്യൂം വളരെ ആപ്റ്റ് ആയിട്ടുണ്ട് ആ പാട്ടിന്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു മാം. മുണ്ടും കുർത്തയും ഒക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു ഓൾ മാം. ദി ബെസ്റ്റ്. താങ്ക് യു മാം. സർ സ്റ്റേജിലേക്ക് വരൂ സർ. ഓ വെൽക്കം പാർത്ഥവ് സർ. ഇതൊരു അനുഗ്രഹമാണ് ദക്ഷ്, ഇങ്ങനെ ഒരു അതെ. സർ ഇവിടം വരെ വരിക. ഓ മ്യൂസിക് ഡയറക്ടർ MJ സർ നടക്കുന്ന പോലെ അല്ലേ? ശരിക്കും അതുപോലെ ഉണ്ടല്ലേ? മീനുട്ടി ഇപ്പൊ ഇവിടെ എത്ര വർഷമായി? സാർ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, ഒരു 6-7 വർഷമായി കാണും സാർ. ഇത്രയും വർഷമായിട്ട് ഇച്ചിരിയെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ? വേറെ വല്ല പണിക്ക് പോയിക്കോ? സാർ ഞാൻ സാറും ഒരേ വേവ് ലെങ്ത് ആയതുകൊണ്ട് നമുക്ക് ഇതേ പറ്റുന്നുള്ളൂ സാർ. നമുക്ക് ഒന്നിച്ച് ഇമ്പ്രൂവ് ചെയ്യാം അടുത്ത വർഷങ്ങളിൽ. അല്ല, Okay, sir. ഞാൻ ഇമ്പ്രൂവ് ആവും. ഉറപ്പാണോ എന്നാലും സാർ? ഞാൻ ഓൾറെഡി ഇമ്പ്രൂവ്ഡ് അല്ലേ? മിനിറ്റിക്ക് പക്ഷെ കുറച്ചും കൂടെ Okay, sir. ആംഗിളിലൊക്കെ ഒന്ന് ബെറ്റർ ആവാം. ഓക്കെ സാർ, ഞാൻ ശ്രമിക്കാം സാർ. സാറിന് അത്രയും പറ്റില്ല എന്നാലും ഞാൻ ട്രൈ ചെയ്യാം. ഓക്കെ സാർ, നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. ഗോവയിൽ നിന്ന് ദക്ഷിണ കുറച്ച് റിലേറ്റീവ്സ് വന്നിട്ടില്ലേ, നമുക്ക് അപ്പൊ അവരോടും ഇനി കൂടെ അവരുടെ അഭിപ്രായം പറയട്ടെ. അതെ സാർ. ദക്ഷിന്റെ ആൾക്കാര് അഭിപ്രായം പറയൂ. ആദ്യം ഗോവ ഗോവനക്കുട്ടി പറഞ്ഞോളൂ. കോയിന്ന് കുടിച്ചേട്ടാ പറയൂ, എങ്ങനെ ഉണ്ടായിരുന്നു പാട്ട്? ദക്ഷുട്ടാ, അങ്ങള് ഭയങ്കര സന്തോഷായിട്ടാ. താങ്ക് യു അങ്കിൾ. ഗോവയിൽ നിന്ന് ഇതുവരെ വന്നത് നന്നായി എന്നാണ് തോന്നുന്നത്. എപ്പോഴും ഗോവയിലിരുന്ന് ഇങ്ങനെ പാട്ട് കേൾക്കുമ്പോഴേ, ടെലിവിഷനിലൊക്കെ മോനെ കാണുമ്പോഴേ ഭയങ്കര സന്തോഷാ. അപ്പൊ ഇന്നാണ് അങ്കിളൊക്കെ സ്വപ്നം കണ്ട പോലെ അങ്ങനെ പൂക്കുന്നത് പോലെ നമ്മുടെ ദക്ഷുട്ടൻ പാടിയതെന്ന് തോന്നുന്നു. താങ്ക് യു അല്ലേ അങ്കിൾ. നാരായണൻകുട്ടി? അതേ ഗോവനക്കുട്ടി. ദക്ഷൂട്ടാ, ഹലോ അങ്കിൾ. ഞങ്ങളുടെ ഈ വരവ് എന്താ പറയാ, വെറുതെ ആയില്ല. താങ്ക് യു അങ്കിൾ. വളരെ വളരെ ഇഷ്ടപ്പെട്ടു ദക്ഷ പാടിയത്. താങ്ക് യു അങ്കിൾ. അമ്മണിയമ്മ അതൊക്കെ തന്നെ പറഞ്ഞോണ്ടിരുന്നേ. അമ്മണിയമ്മയ്ക്കും ഇഷ്ടായില്ലേ? അതെ, ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റിയില്ല. ചാടി എഴുന്നേറ്റ് ചിലതൊക്കെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കഴിഞ്ഞപ്പോ. ഇങ്ങനെ രോമാഞ്ച കഞ്ചുകം അല്ലേ ഉണ്ടായിരുന്നില്ലേ? ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ചെറുതായിട്ട് വീട്ടിലൊക്കെ പാടും, ബാത്റൂമിലൊക്കെ പാടും. അപ്പൊ അതിൽ നാം ഒന്നായി ആടിപ്പാടി എന്ന് പറഞ്ഞില്ലേ? ആ. അതിൽ നാം ഒന്നായി ആടിപ്പാടി. ഗോവ ഗോവനക്കുട്ടി നന്നായിട്ട് പാടുന്നു. അല്ലല്ല, പണ്ടൊക്കെ എനിക്ക് പാടുന്നു. നല്ല സാധന ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. പക്ഷേ ഗോവിന്ദൻ കുടിച്ചേട്ടാ ഇപ്പൊ സൂപ്പർ. സമയം ജോലി സമയം. എന്താ ചെയ്യുന്നത്? ഞാനും പുള്ളിക്കാരനോട് ഒന്നിച്ചു പഠിക്കാം. നമ്മൾ ട്രെയിൻ ഓടിക്കാണ്. ഓക്കെ, ഞാൻ പുറകിലേക്കുന്ന ഗാഡാ. ഗാഡാണ്. ഓക്കെ, അമ്മണിയമ്മ. ഞാൻ ഏറ്റവും പുറകിലെ ലൈറ്റ് കാണിക്കില്ല. ഓക്കെ, അതാണ്. ഓക്കെ അതിന്റെ ഞാൻ ഇത് വേറെ ട്രെയിനാ. ഓക്കെ. ഓക്കെ. പിന്നെ ആ രണ്ടാമത്തെ എന്താ പറയാ, ആദ്യത്തെ പോർഷൻ കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന പോർഷൻ എന്താ പറയാ? പല്ലവി. അനുപല്ലവി. അത് എങ്കിൽ അത് തന്നെ. അതിന്റെ ഒരു രണ്ടാമത്തെ ഒരു പോർഷനിൽ ഒരു സംഭവം പാടിയില്ലോ. മണ്ണിലെ കളിവിടും മാഞ്ഞുവോ, ഇന്നതും മധുരമൊരോർമ്മയായി. മണ്ണിലെ കളിവിടും മാഞ്ഞുവോ, ഇന്നതും മധുരമൊരോർമ്മയായി. മരുഭൂവിലുണ്ടോ മധുമാസ. വെരി ഗുഡ്, വെരി ഗുഡ്. ബ്യൂട്ടിഫുൾ. താങ്ക് യു അങ്കിൾ. ശരിക്കും നമ്മുടെ മോനൊരു അസൽ പാട്ടുകാരനാണെന്ന് തെളിയിക്കുന്ന ഒരു സംഭവമാണ്. തീർച്ചയായിട്ടും. താങ്ക് യു അതിൽ ഒരു അങ്കിൾ. സംശയമില്ല. താങ്ക് യു അങ്കിൾ. കണ്ണൊക്കെ നനഞ്ഞു പോയിട്ടാ. ഇല്ല. അല്ല, എന്റെ കണ്ണ് ആ. നനഞ്ഞു പോയി. നനയാതിരിക്കാൻ പറ്റുന്നില്ല കണ്ണുകൾക്ക്. അത്രയും നന്നായിട്ട് മോൻ പാടിയെന്നാണ് അങ്കിള് പറയുന്നത്. താങ്ക് യു അങ്കിൾ.
ഈ നാരായണൻകുട്ടി ചേട്ടനും അതൊക്കെ തന്നെ പറയാനുള്ള മോനെ. താങ്ക് യു അങ്കിൾ. വളരെ വളരെ ഇഷ്ടമായതുകൊണ്ടാണ് ഗോവിന്ദൻകുട്ടി, നാരായണൻകുട്ടിയും അമ്മിണിക്കുട്ടിയൊക്കെ എഴുന്നേറ്റ് വന്നത് കേട്ടോ. ഓക്കെ. വളരെ വളരെ ഇഷ്ടപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ രോമാഞ്ചം ഉണ്ടായി. നമ്മുടെ ദക്ഷകുട്ടന്റെ ബെസ്റ്റ് പെർഫോമൻസ് ആണ് ഇന്നിവിടെ കണ്ടത്. ഓൾസോ ഇതുവരെ ഇവിടെ പാടിയതിൽ വെച്ചിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസും ആണ്. താങ്ക് യു. ഒരുപാട് സന്തോഷമായി ഇങ്ങനെ അടുത്ത് വന്ന് കാണാൻ പറ്റിയതിൽ അത്രയും സന്തോഷമായി. സ്റ്റേജും അച്ഛനും അമ്മേനൊക്കെ കാണാൻ പറ്റിയതിൽ അത്രയും സന്തോഷമായി. നമ്മൾ അവരോടല്ലോ വർക്ക് ചെയ്യുന്നത്. അവരുടെ വന്ന് ശരിയാ. അല്ല, ഗോവയില് വേറെ വേറെ സ്ഥലങ്ങളിലാണ് നമ്മള്. ട്രെയിനിലല്ലേ വന്നത്, നമ്മളത് മറക്കരുത്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ വേറെ ട്രെയിനിലാണ് വന്നത്. വർക്ക് ചെയ്യണതല്ലേ. അപ്പൊ ഒരുപാട് സന്തോഷം ദക്ഷൂട്ടാ. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. ഗോവയിൽ നിന്ന് നമ്മുടെ ദക്ഷൂട്ടന്റെ പാട്ടൊക്കെ കേൾക്കാൻ ഇത്ര പാടുവിട്ട് വന്നല്ലേ, അപ്പൊ നിങ്ങൾ തന്നെ അവിടെ ചെന്ന് അവനൊരു മാർക്ക് കൊടു. അവിടെ ചെന്ന് കൊടുക്കണോ? ഇവിടെ കുഴപ്പമുണ്ടോ സാറേ? നിങ്ങൾ തന്നെ അവനൊരു മാർക്ക് കൊടുക്കൂ. ആണോ? ഓക്കെ. അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആഗ്രഹം എന്ന് പറഞ്ഞത് ദക്ഷ നന്നായിട്ട് പാടി ഞങ്ങളെ രോമാഞ്ചം കൊള്ളിച്ചു പല ഭാഗങ്ങളിലും. അപ്പൊ ഞങ്ങളുടെ ആഗ്രഹം ഫുൾ മാർക്ക് കൊടുക്കാന്നുള്ളതാണ്. 100 out of 100 കൊടുക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അത് നിങ്ങൾക്ക് സമ്മതമല്ലേ? ആ, സമ്മതം. എന്നാ പിന്നെ അങ്ങ് പറഞ്ഞോ. ദക്ഷസ് awarded a 100 out of 100. അപ്പൊ ജഡ്ജസ്, നമുക്ക് ഇവരെ 3 പേരെ ഒന്ന് സ്റ്റേജിലേക്ക് വിളിക്കാം. കാരണം നമ്മുടെ ടോപ്പ് സിംഗറിലെ ഇന്നത്തെ പെർഫോമർ ഓഫ് ദ ഡേ എന്ന് പറയുന്നത് നമ്മുടെ ദക്ഷാണ്. അപ്പൊ അവർക്കൊരു ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് നമുക്ക് വന്ന സ്പെഷ്യൽ ഗസ്റ്റിനെ 3 പേരെയും ഞാൻ ഹൃദയപൂർവ്വം വെൽക്കം ചെയ്യുന്നു. വെൽക്കം. അപ്പൊ നമ്മുടെ ദക്ഷൂട്ടൻ സൂപ്പർ ആയിട്ട് പാടി, അവനുള്ള മധുരമഴ പെയ്തു. 100 out of 100 നമ്മൾ വാങ്ങി. ഇന്നത്തെ പെർഫോമർ ഓഫ് ദ ഡേയും അതുപോലെ തന്നെ നമ്മുടെ ദക്ഷകുട്ടനാണ്. അപ്പൊ ദക്ഷകുട്ടന് വിലീവായിട്ട് നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ. എത്ര പ്രാവശ്യം പല്ല് തേക്കാറുണ്ട്? 2 പ്രാവശ്യം, രാത്രിയും രാവിലെ. പല്ലിൽ കുറച്ച് മഞ്ഞ നിറം കാണുന്നുണ്ട്, അത് മാറ്റണ്ടേ? ഇതാ പിടിച്ചോളൂ. നന്നായിട്ട് പല്ല് തേക്കുക, നല്ല ഭാവം വരൂ. കൺഗ്രാറ്റുലേഷൻസ്. മിടുക്കനാണ് കേട്ടോ. അതെ. അപ്പൊ അടിപൊളി പാടി. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയും സന്തോഷമുള്ള ഒരു എപ്പിസോഡ്. കാരണം ദക്ഷനെ കാണാൻ വേണ്ടി ഇത്രയും നല്ല 3 ആൾക്കാര് നമ്മുടെ സ്റ്റേജിലേക്ക് വന്നു. ആൾക്കാര് നമ്മുടെ ദക്ഷൂട്ടനെ കാണാൻ വന്നു. അതെ, ദക്ഷൂട്ടന് സന്തോഷമായില്ലേ? മധുരമഴയൊക്കെ കിട്ടി, ഒത്തിരി മുട്ടായി ഒക്കെ കിട്ടി, പിന്നെ അവിടെ നിന്ന് നല്ല ഗിഫ്റ്റും കിട്ടി. ടൂത്ത് പേസ്റ്റ്. അതെ സർ. അപ്പൊ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്താലോ? ഒരുപാട് നേരമായി അല്ലേ? അതെ. ഓക്കെ അല്ലേ ജഡ്ജസ്? ടാറ്റ പറഞ്ഞേക്കോ ജഡ്ജസ്. അപ്പൊ എല്ലാവർക്കും ബൈ.